അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും വേളി ടൂറിസ്റ്റ് വില്ലേജ് ഞാൻ ദാ ഇങ്ങനെ വലഞ്ഞ് നടക്കുകയാണ്. ഫാമിലീസൊക്കെ കിട്ടുന്നുണ്ടോ? ഫ്രണ്ട്സിനെ ആരെയും കാണാനില്ല, പിള്ളേർ സെറ്റൊന്നും ഇവിടെ കാണാനില്ല. ഫാമിലീസ് ഇതേ അവിടെ ഒരു 3-4 പേര് അവിടെ നിൽപ്പുണ്ട്. നല്ല വൈബുള്ള ഫാമിലീസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അവരെ ഒന്ന് മുട്ടി നോക്കാം ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലും നമുക്കൊരു ഫാമിലിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? മീര. എവിടെ സ്ഥലം? ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ട്രിവാൻഡ്രം. മേഘ അനിയത്തിയാണ്, ട്രിവാൻഡ്രം തന്നെയാണ്. അനിയത്തിയാണ്. ഷിസി. ഇതൊക്കെ ആരാ മക്കളാണ്? എൻ്റെ മകളല്ല. ഇത് അനിയത്തി, ഇത് ഞാൻ ബിന്ദു, എൻ്റെ മോള, അത് മരുമകനാണ്. ഓക്കെ. അപ്പോൾ കുസൃതി ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? അറിയാം. നേരത്തെ പറയുന്നത് ഞാൻ കേട്ടു, എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും 10 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നു. 20 സെക്കൻഡിൽ അറിയാവുന്ന ആൻസർ പറഞ്ഞാൽ മതി. ക്ലൂസ് ഒക്കെ ഇഷ്ടം പോലെ തരും. ഓക്കെ. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരിക്കലും ഉറങ്ങാത്ത കണ്ണ് ഏതാണ്? ഒരു ജീവിയുടെ കണ്ണ് അടയത്തില്ല. കണ്ണ് തുറന്നു വെച്ചാൽ ഉറങ്ങുന്നത് ആ ജീവി. അതുകൊണ്ട് ഒരിക്കലും ഉറങ്ങത്തുമില്ല, ഒരിക്കലും അടയത്തുമില്ല. ഇവിടെയൊക്കെ ഉണ്ട്. ഈ കായലാണോ? സൂചിയാണ്. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഈ വെള്ളത്തിലുണ്ട്. ജീവിയാന്നല്ലോ പറഞ്ഞ. മീനാണോ? യെസ്, മീനാണ്. മീൻ ഉറങ്ങത്തില്ല. ശരിയാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവർക്കും ഉള്ളത് പക്ഷെ ആർക്കും കാണാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ കണ്ണാടി ഉപയോഗിച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. നമുക്കുള്ള സാധനമാണ് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്താണ്? ഷാഡോ അല്ല, ഞാൻ ഷാഡോ അല്ല. കണ്ണല്ല. കണ്ണ് നമ്മുടെ ഒരു പാർട്സ് ആണ് ബോഡിയിൽ. മൂക്ക് കാണാൻ പറ്റൂല. ചുണ്ട്, വായ. ചുണ്ട് കാണാൻ പറ്റും. നമുക്ക് കണ്ണാടി നോക്കിയല്ലേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയൊക്കെ കാണാടെ. കണ്ടു മാത്രമേ കണ്ടു കാണാൻ. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. കാണാം ചെറുതായിട്ട്. അത്ര പോലും കാണാൻ പറ്റത്തില്ല. എന്താണ്? ലോജിക്കായിട്ട് ചിന്തിക്കുക. അല്ല, ഇന്റേണൽ ഓർഗൻസ് അല്ല. അത് കണ്ണാടി കാണുമല്ലോ. കണ്ണാടി. ടൈം ഔട്ടായി. മുതുക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പക്ഷെ നെറ്റിയൊന്നും കാണത്തില്ല കേട്ടോ. എന്നെ കൊല്ലുന്ന. ഓക്കെ, എനിക്ക് കാണാൻ പറ്റും. പറ്റൂല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിടിച്ചാൽ കിട്ടില്ല പക്ഷെ കാണാൻ പറ്റും. എന്താണ്? പിടിച്ചാൽ വായു. അതെ, എയർ. കാണാൻ പറ്റൂ. കാണാൻ പറ്റും. പിടിച്ചാൽ കിട്ടില്ല, കാണാൻ പറ്റും. കാറ്റല്ല. കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് ചില നേരത്ത് കത്തിക്കുമ്പോഴേ കിട്ടുന്ന സാധനം. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എത്ര വെട്ടിയാലും മുറിയാത്തതെന്ത്? എത്ര വെട്ടിയാലും മുറിയാത്തതെന്ത്? വെള്ളം. ഞാൻ നോക്കിയതാണ് പ്രശ്നമായത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ക്ലൂസ് ഒക്കെ ഇഷ്ടംപോലെ തരും. ആൻസറിന്റെ അടുത്തെത്തുന്നത് വരെ തരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊട്ടിയാൽ സന്തോഷം തരുന്ന സാധനം. എന്ത് സാധനം? ബലൂൺ പൊട്ടിയാൽ നമുക്ക് സങ്കടമല്ലേ? നമ്മുടെ ഒരു സാധനം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടിച്ചാൽ വേദന എടുക്കാത്തത് എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനം. അടിച്ചാൽ കൈ ഇങ്ങോട്ട് അടിച്ചാൽ വേദന എടുക്കാത്തത്. വടി കൊണ്ടൊക്കെ അടിക്കുന്നത് കാര്യം ഞാൻ ഉദ്ദേശിച്ചു. എന്നെയും കൂടെ കുഴപ്പിക്കണം. അവിടെ അടിച്ച് വേദന എടുക്കാത്ത സ്ഥലമുണ്ടോ നമ്മുടെ ശരീരത്തിൽ? ഉണ്ട്. അയ്യോ, എനിക്ക് എവിടെ അടിച്ചാലും വേദന എടുക്കും. അടിപൊളി. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അതെവിടെയാ? നമ്മുടെ മുടി. ഓക്കെ, മുടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കയറിയാൽ ഇറങ്ങാത്തത് എന്താണ്? ഈ ഒരു സാധനം കയറിയാൽ പിന്നെ ഇറങ്ങത്തില്ല. എന്താണ്? നമുക്ക് എല്ലാവർക്കും ഓരോ വർഷവും ഇതിങ്ങനെ കയറിക്കൊണ്ട്. ഏജ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എപ്പോഴും
കൂടെ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മളെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിട്ട് നമ്മളെ കൂടെ കാണും, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്താണ്? സൈലന്റ് ആയിട്ടൊക്കെ ഇരുന്നാൽ കേൾക്കാം. നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്ന ഹാർട്ട് ബീറ്റ് അല്ല, ശ്വാസമല്ല, എപ്പോഴും കൂടെ ഉണ്ടാവും പക്ഷെ കാണാൻ പറ്റത്തില്ല. ജീവനല്ലേ എപ്പോഴും കൂടി ജീവൻ എപ്പോഴും കൂടെ പക്ഷെ കാണാൻ പറ്റില്ല. ഇവിടെ ആദ്യം ആൻസർ പറഞ്ഞ ഒരാളുടെ ഹാർട്ട് ബീറ്റും അതുപോലെയല്ലേ, നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും പക്ഷെ കാണാൻ പറ്റത്തില്ല. അത് നമുക്ക് ജീവൻ ഉദ്ദേശിക്കണ അതന്നെ ആദ്യം പറഞ്ഞ ആളിന് കൊടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കുളത്തിൽ 32 വെളുത്ത മീനുകൾ. എന്താണ്? എന്റെ മൊത്തം അത് മനസ്സിലായിരുന്നല്ലേ? 32 പറയണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 പിള്ളേരും ഒന്നായി ചേരും. എന്താണ്? അത് നമുക്കുള്ളതാണ്. 2 പിള്ളേരും ഒന്നായിട്ട് ചേരും. ഒന്നായിട്ട് ചേരും. 2 പിള്ളേരും എന്നിട്ട് ഒന്നായിട്ട് ചേരും. അവരൊരു മുഖത്തൊക്കെ നോക്കിയപ്പോ കാണാം. ഇവിടെ 4 ദിവസം ആൻസർ പറഞ്ഞു. ആന്റി എന്തായിരുന്നു പേര്? ബിന്ദു. അമ്മാനൊന്നും വേണ്ടേ? വേണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ എന്നെ കുറെ കുഴപ്പിച്ച് കേട്ടോ. അതാണ്ട് ഈ സാധനം ഓരോന്നിന്റെ ആൻസർ പറഞ്ഞ് വെള്ളം കുടിപ്പിച്ചു സത്യം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്തായാലും അടിപൊളിയായിരുന്നു. ഒരുപാട് ആസ്വദിച്ചു. നല്ല വൈബുള്ള ഫാമിലിയാണ് കിട്ടിയത്. അപ്പോൾ ബിന്ദു ആൻറ്റിയാണ് ഇന്നത്തെ വിജയിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബിന്ദു ആൻറ്റിക്ക് നമുക്ക് ബാലരാമപുരം കൈത്തറയുടെ ചെറിയൊരു സ്നേഹോപകാരം നൽകാം. അപ്പോൾ സമ്മാനം നൽകുന്നതിന് വേണ്ടി ഫ്ലവേഴ്സിലെ ഒരു കോടി എന്നൊരു പ്രോഗ്രാമിൽ വിജയിയായ ജയന്തി ആൻറ്റി ക്ഷണിച്ചുകൊള്ളുന്നു. അനന്തപുരിയിൽ നിന്ന് ആർ ജയന്തി. ത്രിമാന ചലച്ചിത്രം എന്നറിയപ്പെടുന്നത് ഏതുതരം സിനിമകളെ കുറിച്ചാണ്? ഓപ്ഷൻ എ സിനിമാസ്കോപ്പ്, ഓപ്ഷൻ ബി 70mm, ഓപ്ഷൻ സി 35mm, ഓപ്ഷൻ ഡി 3D, ഓപ്ഷൻ ഡി 2D. 3D. ഉറപ്പാണോ? താങ്കൾ പറഞ്ഞ 20,000 രൂപയുടെ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കോടി പ്രോഗ്രാമിൽ, ഫ്ലവേഴ്സിലെ ഒരു കോടി പ്രോഗ്രാമിൽ വിജയിയായ ജയന്തി ആൻറ്റി, ആ പ്രോഗ്രാം ഏത് വർഷമായിരുന്നു? 2021. എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ നൽകിയായിരുന്നു. 5 ലക്ഷം വരെ കയറി. 5 ലക്ഷം വരെ കയറിയ വിജയാണ്. ഓക്കെ, അല്ല ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നതിന് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിച്ച് പ്രോഗ്രാം അവസാനിപ്പിക്കാറായി. കാര്യം അവർക്കൊക്കെ പോകണം. ഇവിടെ പോകാനൊക്കെ മുട്ടി കുറേ പേര് നിൽപ്പുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിച്ച് പ്രോഗ്രാം എന്തായാലും നല്ല വൈബുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. എൻ്റെ ഓരോ ക്വസ്റ്റ്യന് കേട്ടിട്ട് അതിൻ്റെന്നും ഒരു 3-4 ആൻസർ എനിക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട്. എനിക്ക് കുറച്ച് അറിവ് കിട്ടി ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട്. പിന്നെ ആ ഒരു ചേച്ചി ഭയങ്കര രസമായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്നുള്ള ഒരു ഫാമിലി ആയിരുന്നു അവർ. എന്നാലും എനിക്ക് എന്നത്തേക്കാളും കൂടുതൽ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം ഞാൻ എൻജോയ് ചെയ്തു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിനേക്കാളും ഒക്കെ വൈബുള്ള ഫാമിലീസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. അതുവരേക്കും ബൈ ബൈ.